സ്ഥിതിഘട്ടങ്ങളാണ്. ഒരു ദിവസം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ മസ്ജിദിന്റെ അകത്തളത്തിരിക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്. ഹബീബായ പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത വിഷമം. സുബഹി നിസ്കരിക്കാൻ വന്ന സ്വഹാബത്തിന് മനസ്സിലായി പ്രവാചകന്റെ മനസ്സിന് പ്രവാചകന്റേതായ ഉള്ളിൽ എന്തോ വലിയ പ്രയാസം തട്ടിയിട്ടുണ്ട് എന്ന് സ്വഹാബത്തിന് മനസ്സിലായി. അപ്പോ നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുസ്മേതവദനായി അവിടുത്തതായ മുഖം വല്ലാതെ പ്രകാശിക്കുകയാണ്. സുബഹി നിസ്കാരത്തിന് മുമ്പ് കണ്ടതായ പ്രവാചകനെയല്ല സ്വഹാബത്ത് നിസ്കാര ശേഷം കണ്ടത്. വല്ലാതെ സന്തോഷവാനായിരിക്കുന്നതായ പുണ്യപ്രവാചകനെയാണ് സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ കണ്ടത്. ഇവിടുന്ന് ചോദിക്കുകയാണ്, അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടതായ സ്വഹാബിയായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ പ്രവാചകരെ, സുബഹി നിസ്കാരത്തിന് മുമ്പ് വന്നപ്പോ അങ്ങയുടെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഈ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ അങ്ങയുടെ മുഖം വല്ലാതെ പ്രകാശിക്കുകയാണ്, അങ്ങയുടെ മുഖം വല്ലാതെ സന്തോഷിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ എത്ര പ്രശ്നങ്ങളാണ് മോമിനിനെ തേടി വരുന്നത്. മിണ്ടാതെ നടന്നാൽ പോലും പ്രശ്നമാണ്, വെറുതെ ഒന്ന് നടന്നാൽ പോലും വിവാദങ്ങളാണ്, എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേലും പ്രശ്നങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരികയാണ്. ഹബീബായ പ്രവാചകനോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ ആ പ്രവാചകൻ പറയുകയാണ്, അതേ അബൂ തൽഹ, സുബഹി നിസ്കാരത്തിന് മുമ്പേ എന്റെ ഉള്ളിൽ വല്ലാത്ത പ്രശ്നങ്ങളായിരുന്ന ഒരു വിഷയത്തെ കുറിച്ച് വല്ലാത്ത പ്രയാസമായിരുന്നു. എന്നാൽ അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, അതാ വെണ്ണിൽ നിന്നും മണ്ണിലോട്ട് നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് എന്നോട് 3 ആയത്തുകൾ ഓതുകയാണ്. ആ 3 ആയത്തുകൾ നിത്യമാക്കിയാൽ, ആ 3 ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രയാസങ്ങൾക്ക് പരിഹാരമാകുകയാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുകയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലായാലും എവിടെ കണ്ടാലും പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ്, പ്രയാസങ്ങൾക്ക് പരിഹാരം എന്താണ്? ഇതിനൊക്കെ പരിഹാരം 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളത് അമൽ ചെയ്താൽ മതി, നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി, നമുക്കതിനൊരു പരിഹാരം ഉണ്ടാവും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആ 3 ആയത്തുകൾ നിരന്തരമായി പാരായണം ചെയ്യണം നമ്മൾ. പ്രത്യേകിച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞൊക്കെ ഇരിക്കുമ്പോ, സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ സുബഹിസ്കരിക്കണം, എന്നാലും സുബഹി നിസ്കാരം കഴിയുള്ളൂ. മുമ്പ് കുറച്ചു ദിവസം മുന്നേ 2-3 മുഅ്മിനീങ്ങൾ പറഞ്ഞു, ഉസ്താദേ ബാങ്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികളടക്കം അവരോടൊക്കെ പറയണ്ടായി, ബാങ്ക് കേൾക്കുന്നില്ല. കാരണം ഈ പണിയൊക്കെ നടന്നപ്പോ അതിൻ്റെതായ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ബാങ്ക് എന്ത് ചെയ്തു, പഴയതുപോലെ കേൾക്കാനിടയായില്ല. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ പ്രത്യേകം ആരും കുറ്റപ്പെടുത്തുന്നതോ ആരെയും വിഷമിപ്പിക്കുന്നതൊന്നുമല്ല. ബാങ്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇപ്പോ വളരെ റാഹത്തായ രീതിയിൽ ബാങ്കിന്റെ സംവിധാനം പഴയതിനേക്കാളും ഒന്നും കൂടെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ബാങ്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നത് നല്ലതാണ്, അഭിപ്രായങ്ങൾ പറയണം, പരാതികൾ പറയണം. പക്ഷേ ഈ ബാങ്ക് കേൾക്കുമ്പോൾ എത്ര പേരാണ് സുബഹി നിസ്കരിക്കാൻ വരുന്നത്? സുബഹിയുടെ ജമാഅത്തിൽ ഇവിടെ ഹാളിലെ എണ്ണം കഴിയും, എത്ര പേരാണ് വരുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ അകലെ പോട്ടെ, ഇനി പള്ളിയുടെ വിദൂരത്ത് പോട്ടെ, പള്ളിയുടെ അടുത്ത് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ എത്ര പേരാണ് നിസ്കരിക്കാൻ വരിക? പ്രത്യേകിച്ച് സുബഹി പോൽ മറ്റു ചില ജോലി തിരക്കുകൾ കാരണം മറ്റു വക്തുകളൊക്കെ നമ്മൾ ചിലപ്പോൾ വേറെ പള്ളിയിലാവാം, ചിലപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട സാഹചര്യങ്ങളാകാം. നിങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയാം, സുബഹി നിസ്കാരം നമ്മൾ എത്ര പേരാണ് പള്ളിയിൽ നിസ്കരിക്കുക? ബാങ്ക് നമ്മുടെ ശ്രവണപദങ്ങൾ നല്ലതുപോലെ അടിക്കണം. നമുക്ക് പരാതികൾ പറയാം,
നമുക്ക് വേവലാതികൾ പറയാം, നമുക്ക് വേദനകൾ പങ്കിടാം. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ലാഹ് തരുമ്പോ, ബാങ്ക് പിടിപ്പിച്ചത് അല്ലാഹുവാണ്, സൗണ്ട് കുറച്ചത് അല്ലാഹുവാണ്, ആ സൗണ്ടിനെ ഉയർത്തിയതും അല്ലാഹുവാണ്. അതിന് പരിഹാരം അല്ലാഹ് പറഞ്ഞുതരാൻ, അല്ലാഹു പറഞ്ഞുതരാൻ. ആ സുബഹിയുടെ ബാങ്ക് നല്ലതുപോലെ ശ്രവണപഥത്തിന്റെ ഉള്ളിലോട്ട് അടിച്ചു കയറിയിട്ടും ആ സുബഹി നിസ്കാരത്തിൽ ഒന്ന് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ കുടുംബം തയ്യാറാകുന്നുണ്ടോ, എന്റെ മക്കൾ തയ്യാറാകുന്നുണ്ടോ എന്ന് സ്വമേധയാ ഒന്ന് ചിന്തിക്കുകയും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പറയുമ്പോൾ പല മുഖങ്ങളും ഒന്ന് വിഷമിക്കാം, അല്ലെങ്കിൽ അള്ളാഹു ഞാൻ വന്നില്ലല്ലോ അല്ലാഹ്, ഇനി എനിക്ക് വരാൻ സാധിക്കുമോ പടച്ചോനെ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം അത് ഇബാദത്താണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിശുദ്ധ ഖുർആനാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിശുദ്ധ ഹദീസാണ്. ആ 3 ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം ഉന്നയിച്ചതായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കേൾപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. മന്ത്രവാദികളുടെ അടുക്കൽ പോകുന്നതിന് മുന്നേ, അത് നല്ലവരാകട്ടെ മോശക്കാരാകട്ടെ, അവന്റെ അടുക്കൽ പോകുന്നതിന് മുന്നേ ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കണം, ഞാൻ എന്റെ ശരീരത്തിനോട് ചോദിക്കണം, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തോ, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ എന്റെ ഖുർആൻ ഒന്ന് നിവർത്തി നോക്കിയോ, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എന്റെ നേതാവ് എന്റെ കരളിന്റെ കഷ്ണമായ മുത്തുനബിയുടെ വചനങ്ങളെ ഞാൻ ഓർത്തുവോ എന്ന് എന്റെ സഹോദരങ്ങളെ, എന്റെ നഫ്സിനോട്, എന്റെ ശരീരത്തിനോട്, എന്റെ ആത്മാവിനോട്, എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിനോട് ഞാൻ ചോദിക്കണം.